ഇന്ന് ഞാൻ എൻ്റെ വിയറ്റ്നാം യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു വരികയാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ വിയറ്റ്നാം പോയതിന്റെ ചെലവും എങ്ങനെയാ പോയി എന്നുള്ളതും പറഞ്ഞുതരാം. 28,000 രൂപയ്ക്ക് അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് ടിക്കറ്റ് ബാംഗ്ലൂരിൽ നിന്ന് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കൈരളി ട്രെയിൽസിന്റെ വിയറ്റ്നാം പാക്കേജ് എടുത്തു. 25,000 രൂപ മുതൽ പാക്കേജ് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ വിസയ്ക്ക് 2,400 രൂപയായി, അതും അവരെടുത്തു തന്നു. പാക്കേജ് എടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ഇവരിനെ പോലെ നല്ല ഗൈഡുകളും കിട്ടി. കൂടാതെ ഭക്ഷണവും റൂമും ട്രാൻസ്പോർട്ടേഷനും എല്ലാം അടിപൊളിയായിരുന്നു. ഹനോയി നഗരം, ട്രെയിൻ സ്ട്രീറ്റ്, നിൻബിൻ എന്ന് പറയുന്ന സ്ഥലമൊക്കെ വേറെ ലെവലായിരുന്നു. പോരാത്തതിന് ഫാൻസി പാൻ, സാപ്പ ഗ്രാമങ്ങള്, കാറ്റ് വില്ലേജ്, അങ്ങനെ കണ്ട സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എന്റെ എല്ലാം കൂടി ചേർന്ന് 57,400 രൂപയാണ് ചെലവായത്. പിന്നെ നിങ്ങൾ വിയറ്റ്നാം വരെ നിൽക്കുന്നവരാണെന്ന് പറഞ്ഞാൽ കൈരളി ട്രെയിൽസിന്റെ നമ്പറും കൊടുത്തിട്ട് ടാഗും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ആവും. അപ്പൊ എന്റെ വിയറ്റ്നാമിലെ അവസാന ദിവസത്തെ വീഡിയോ കാണാം. ഇന്ന് കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ട്, കുറച്ച് സ്ഥലങ്ങളും കാണാനുണ്ട്. അങ്ങനെ വലിയൊരു മലന്റെ മുകളിൽ മേഘങ്ങൾ ഇതുപോലെ കാണുന്നത്ര ഉയരത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം മുകളിൽ കൂടെ ചില്ലിട്ട ഒരു ഗ്ലാസ്സിൽ കൂടെ നടന്നിട്ട് വേണം പോവാൻ. ഉയരങ്ങളിനോട് ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ. ചില്ലായതുകൊണ്ട് പയ്യെ പേടിച്ചിട്ടാണ് നടക്കുന്നത്. ചെറിയൊരു വഴുതലും ഉണ്ട്. ഞാനിപ്പോ നടന്നു വന്ന വഴിയാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. അങ്ങനെ ഇതിന്റെ ഏറ്റവും മുകളിൽ വന്നിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു പാലം ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനുഷ്യന് തല കറങ്ങണം. ഇത് കൂടെ ആരെങ്കിലൊക്കെ നടന്നു വരുമോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും ഒരാൾ നടന്നു വന്നിട്ട് അഭ്യാസം കാണിക്കണം. ഇവന്റെ വീട്ടുകാരുടെ ഉമ്മർത്ത് ഷോ കാണിക്കാനായിട്ട് ഒറ്റക്കാല് മേലെ വെച്ചിട്ടൊക്കെയാണ് അഭ്യാസം കാണിക്കുന്നത്. ഇതൊന്നും എനിക്ക് കാണാൻ വയ്യാന്ന് പറഞ്ഞ് വെളിക്ക് ഇറങ്ങി ഒരു 3 മുട്ട വാങ്ങിച്ച് കഴിച്ച് ഷോപ്പിംഗ് മാളിലേക്ക് പോവാണ്. തിരിച്ച് നാട്ടിലേക്ക് വരെയല്ല, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങണ്ടേന്ന് പറഞ്ഞിട്ട് ഷോപ്പിംഗ് മാളിൽ സാധനങ്ങൾ വാങ്ങാൻ വന്നിരിക്കുകയാണ്. അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് മുട്ടായികൾ വാങ്ങിച്ചു. പിന്നെ സ്ട്രീറ്റിൽ ഇതുപോലെ സാധനങ്ങൾ വിൽക്കുന്ന കുട്ടികളുടെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ച് ഹോട്ടൽ റൂമിൽ വന്ന് ഡയറി എഴുതി ഇപ്പൊ വൈകുന്നേരത്ത് ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ സ്ലീപ്പർ ബസ്സിലെ പോണ് ഒരുവിധം നല്ല അടിപൊളി ബസ്സാണ്. ഉള്ളിൽ ഇതുപോലെ ഒരുപാട് ലൈറ്റുകളും അതുപോലെ TV പോലെയും എല്ലാം കൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ഉറക്കം ഉറങ്ങി ഇപ്പൊ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ബോർഡിംഗ് പാസ് എടുത്ത് നാട്ടിലത്തെ ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് അവിടെ നിന്ന് കുറച്ച് മുട്ടായികൾ വാങ്ങിച്ചു. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വിയറ്റ്നാമിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ വിമാനത്തിൽ കയറുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചിരിക്കുന്ന പോലെയല്ല, വിമാനത്തിൽ കയറാൻ നല്ല പേടിയാണ്. ടെർബുലൻസ് ഭയങ്കര പേടിയാണ് എനിക്ക്. അങ്ങനെ വിയറ്റ്നാമത്തെ നല്ല ഓർമ്മകൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പറന്നുയർന്നു. അപ്പൊ വിയറ്റ്നാം പോകണം എന്നുള്ള ഒരു കൈരളി ട്രെയിൽസിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നാട്ടിലത്തെ വീഡിയോസ് ആയിട്ട് വരാം ഇനി.